നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. സമസ്ത കേരള വാരിയർ സമാജം ഇരിഞ്ഞാലക്കുട യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും കൊടകര ഒയാസിസ് ക്ലബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുടയെ വർണ്ണാഭമാക്കി പുലിക്കളി ആഘോഷം. ചാലക്കുടി കൂടപ്പുഴയിൽ ബസ്സും ബൈക്കും തമ്മിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിശ്വകർമ്മ ദിനാഘോഷം കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KV പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ്, മുൻ MP K മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. VSS ജില്ലാ പ്രസിഡന്റ് VD ഗോപി, സ്വാഗത സംഘം ഖജാൻജി IP പ്രദീപ് കുമാർ, ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൊച്ചു തെരേസ്യ ദേവസി, VHS സംസ്ഥാന കൗൺസിലർ മണി സദാനന്ദൻ, മഹിളാ സംഘം സെക്രട്ടറി ദീപ രാധാകൃഷ്ണൻ, PP ബാബു, MK മോഹനൻ, NK സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. പൊതുയോഗത്തിന് മുന്നോടിയായി നൂറുകണക്കിന് സമുദായാംഗങ്ങൾ അണിനിരന്ന ഘോഷയാത്രയുണ്ടായിരുന്നു. ലോകോത്തര കലയുടെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും മികവാർന്ന നിലയിൽ ലോകത്തിന് മുൻപിൽ സമർപ്പിച്ച വിശ്വകർമ്മ സമുദായ അംഗങ്ങളുടെ സവിശേഷമായ ദിനമായ വിശ്വകർമ്മ ദിനാഘോഷ പരിപാടികളിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകമായ ആശംസകൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ നെടുന്തൂണുകളായി നിൽക്കുന്ന ഒരുപാട് നിർമ്മിതികൾ എൻ്റെ പൂർവികന്മാർ വിശുദ്ധമായി പറഞ്ഞിട്ടുണ്ട്. അത്തരം പൗരാണികമായിട്ടുള്ള സത്വത്തെ എടുത്ത് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയിൽ വിശ്വകർമ്മ സമൂഹം നിരവധിയായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ പാരമ്പര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പുരാണങ്ങളിലൊക്കെ പറയുന്ന പാരമ്പര്യം അനുസരിച്ച് സമസ്ത കേരള വാരിയർ സമാജം ഇരിഞ്ഞാലക്കുട യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നെല്ലായി NS മഹേഷ് വാര്യരുടെ വസതിയിൽ നടന്ന പരിപാടി മുതിർന്ന അംഗം MV കൃഷ്ണൻകുട്ടി വാര്യർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV രുദ്രൻ വാര്യർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ VV ഗിരീശൻ മുഖ്യപ്രഭാഷണം നടത്തി. മധ്യമേഖലാ സെക്രട്ടറി AC സുരേഷ്, ജില്ലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണ വാര്യർ, ജില്ലാ സെക്രട്ടറി VV സതീശൻ, T ഉണ്ണികൃഷ്ണൻ, ഉഷ ദാസ്, A അച്യുതൻ, TV രാജൻ വാര്യർ, ദുർഗ ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ഉപഹാരം നൽകുകയും മുതിർന്ന സമാജം അംഗങ്ങളെ പൊന്നാട അണിയിക്കുകയും ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി നാമജപഘോഷയാത്ര നടത്തി. മാലകെട്ട് മത്സരത്തിൽ ഗീത ഈശ്വരൻകുട്ടി, ഉഷാദാസ്, VV സതീശൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തുടർന്ന് വിവിധ കലാകായിക പരിപാടികളും നടന്നു. ആ ഉത്സാഹം കൊണ്ട് ബാക്കിയുള്ളവർക്ക് വരും. അത് തന്നെ വലിയൊരു കാര്യമാണ്. കുറേ കലാപരിപാടികളുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിരുന്നു, എന്താ ഗിരീശനോട് മുഖ്യപ്രഭാഷണം നടത്താൻ പറഞ്ഞത് സുരേഷിനോടല്ലോ എന്ന്. സത്യം പറയാം, തൃശ്ശൂർ ജില്ലയിലെ
ഏറ്റവും അംഗബലവും നല്ല ശക്തിയും ഉണ്ണിശേട്ടൻ പറഞ്ഞ ഊർജ്ജസ്വലതയും ഈ ഗ്രീസിനെ പോലെയൊക്കെ ഭയങ്കര ചുവടുകളുള്ള ആൾക്കാരെ കൊണ്ട് വളരെ അഭിമാനിക്കാൻ പറ്റിയ നല്ലൊരു യൂണിറ്റാണ് ഇരിഞ്ഞാലക്കുട യൂണിറ്റ്. അത് തീർച്ചയായിട്ടും ജില്ലയുടെ സൈഡിൽ തന്നെ പറയുകയാണ്. അത് കണ്ട് ബോധ്യം വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ കൊടകര ഏകലവ്യ കലാകായിക സമിതിയും കൊടകര ഒയാസിസ് ക്ലബ്ബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര ഗാന്ധിനഗറിൽ ഓണനിലാവ് 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി പുതുമുഖ ചലച്ചിത്ര താരം ഗോകുൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി ടി.ജി. അജോ, ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് ഷജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. തുടർന്ന് തൃശൂർ കൈതോല നാടൻപാട്ട് കൂട്ടത്തിന്റെ നാടൻപാട്ട് നടന്നു. ഓണനിലാവ് എന്ന ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. മാത്രമല്ല ഈ ഏകലവ്യ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ 20 വർഷമായി ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ടാണ് ആക്സിഡന്റിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാതിരി തന്നെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മളിവിടെ വീൽ ചെയർ, അതുമാതിരി തന്നെ എയർബെഡ്. ഇരിഞ്ഞാലക്കുടയെ വർണ്ണാഭമാക്കി പുലിക്കളി ആഘോഷം. ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ തിരുവോണപ്പിറ്റേന്ന് അവിട്ട ദിനത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷം വർണ്ണാഭമായി. ഉച്ചതിരിഞ്ഞ് 2:30 ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പുലിക്കളി ആഘോഷ ഘോഷയാത്ര നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുലികളും പുലിമേളവും ശിങ്കാരിമേളവും DJ വാഹനവും കാവടിയും അടക്കം 200-ൽ പരം കലാകാരന്മാർ അണിനിരന്ന വർണ്ണാഭമായ പുലിക്കളി ആഘോഷ ഘോഷയാത്ര വൈകിട്ട് 6:30 നഗരസഭാ മൈതാനത്ത് എത്തിച്ചേർന്നു. പുലിക്കളി ആഘോഷ സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ ഭവന പദ്ധതിയിലേക്ക് 9 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ജെയ്സൺ പേങ്ങിപ്പറമ്പലിനെ സമാപന സമ്മേളനത്തിൽ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, BJP ഇരിഞ്ഞാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318D ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില, ജൂനിയർ ഇന്നസെന്റ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി, ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ, ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ എന്നിവർ പങ്കെടുത്തു. ഓണം കൂടുതൽ ആകർഷകമാക്കുവാൻ ഇരിങ്ങാലക്കുട പട്ടണത്തില് ഇന്നേ ദിവസം ഈ പുലിക്കളി ആരംഭിക്കുമ്പോൾ ഇത് പട്ടണത്തിന് കൂടുതൽ തേജസ്സും കൂടുതൽ ആകർഷണീയതയും നൽകുവാൻ സഹായകരമായിരിക്കുക. ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളാഞ്ചിറയിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് AR ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു, ആളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധിബിൻ പാപ്പച്ചൻ, ബാങ്ക് ഡയറക്ടർമാരായ NJ ജോയ്, EK ഗോപിനാഥ്, MB ലത്തീഫ്, സെക്രട്ടറി AT ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാർട്ട് എന്ന ബ്രാൻഡ് നെയിം നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന പദ്ധതി മുതൽ ഒരുപാട് അവസരങ്ങൾ അവർക്ക് നൽകാൻ കഴിയുമാറ് കർഷകരോടൊപ്പം പ്രതിജ്ഞാബദ്ധതയോടുകൂടി നിലകൊള്ളുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഈ ബാങ്കിൻ്റെ വികസന വഴികളിൽ ചില പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുമ്പോൾ ആ സന്ദർഭങ്ങളിൽ അവിടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ബാങ്കിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളും സാക്ഷ്യം വഹിച്ചു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. വളരെ ദിശാബോധത്തോടെ ആശയവ്യക്തതയോടെ ശ്രീ ഡേവിസേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു
സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. അതായത് മുൻകാലങ്ങളിൽ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് മുൻപ് ഇത് 25 പേരിൽ ഉൾപ്പെടുന്ന പരസ്പര സഹായ സംഘം, പിന്നീട് അതൊരു സഹകരണ സംഘമായി, പിന്നീട് അതൊരു സഹകരണ ബാങ്കായി, പിന്നീട് അത് സർവീസ് സഹകരണ ബാങ്കായി. കാരണം ഈ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാട്ടിലെ ചാലക്കുടി കൂടപ്പുഴയിൽ ബസ്സും ബൈക്കും തമ്മിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ പുളിയിലപ്പാറ വടക്കൻ അജിമകൻ 18 വയസ്സുള്ള ഡെൽജോയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന വെറ്റിലപ്പാറ പുത്തൻ വീട്ടിൽ ലാലൻ മകൻ 17 വയസ്സുള്ള മിഥുൻ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 10:30 കൂടപ്പുഴ വർക്ക്ഷോപ്പ് സെന്ററിലായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കൾ കൂടപ്പുഴ പാലത്തിന് സമീപത്ത് വെച്ച് മുൻപിൽ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഡെൽജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഓണം കളിയോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസേവാ സമിതി കാര്യാലയത്തിൽ നടത്തിയ സമ്മാന വിതരണം ഹൈന്ദവ ജനസേവാ സമിതി സെക്രട്ടറി മനീഷ് മോഹനൻ, പ്രസിഡന്റ് സുരേഷ് ബാബു കൊക്കുവായിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ട്രഷറർ ഷാജു പാറക്കുളം, മേഖലാ പ്രസിഡന്റുമാരായ സുജീഷ് പ്ലാവിഡ, ശശി മണക്കാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. എറവക്കാട് നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തിന് തുടക്കമായി. ഓണം കളി, കോൽക്കളി എന്നിവയോടെയാണ് ആഘോഷം ആരംഭിച്ചത്. എറവക്കാട് പ്രദേശത്തെ കലാകാരികളും കലാകാരന്മാരുമാണ് ഓണക്കളിയും കോൽക്കളിയും അവതരിപ്പിച്ചത്. ചതയ ദിനത്തിൽ ശിങ്കാരിമേളത്തോടെ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടുത്തി ഘോഷയാത്രയുണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. സമസ്ത കേരള വാരിയർ സമാജം ഇരിഞ്ഞാലക്കുട യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും കൊടകര ഒയാസിസ് ക്ലബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുടയെ വർണ്ണാഭമാക്കി പുലിക്കളി ആഘോഷം. ചാലക്കുടി കൂടപ്പുഴയിൽ ബസ്സും ബൈക്കും തമ്മിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.